മാത്രമല്ല ഇത് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളിടത്താണ് ഏറ്റവും ഗുരുതരമായ ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സായി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സായി, ഡോക്ടർമാർ, അതായത് സംഘടനാ പ്രവർത്തനമാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഒരു ഡോക്ടറെ പോയി കാണുന്നു, എക്സ്റേയുമായി പോകുന്നു, സ്കാൻ റിപ്പോർട്ടുമായി പോകുന്നു, ഇതുണ്ടെന്ന് തിരിച്ചറിയുന്നു. മനുഷ്യത്വമുണ്ടെങ്കിൽ പ്രഥമ പരിഗണന നൽകണ്ടേ? അപ്പോൾ തന്നെ അവർക്ക് തുടർ ചികിത്സ നൽകണ്ടേ? വേണ്ട, വരുന്ന ദിവസം വരൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്, മറ്റാരോടും പറയരുതെന്ന നിർദ്ദേശവുമായി. തീർച്ചയായും മാധു, ഇതിനെ എങ്ങനെയാണ് നമുക്ക് വിവരിക്കേണ്ടത് എന്നറിയില്ല. എന്തായാലും ഉഷ എന്ന് പറയുന്ന ആ സ്ത്രീ 5 വർഷം സഹിച്ച വേദനയ്ക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. എത്ര വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാരിയായ ഒരു സ്ത്രീ അവർ അനുഭവിക്കേണ്ടി വന്ന വേദന 5-10 ദിവസങ്ങളല്ല, 5 വർഷമാണ്. അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയല്ല. സ്വാഭാവികമായും അവർക്ക് കിട്ടേണ്ട അവകാശം ചികിത്സാ രൂപത്തിൽ കിട്ടിയ ഒരു ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച. 5 വർഷം ശസ്ത്രക്രിയക്കായി ഉപയോഗിച്ച ഒരു കത്രിക അവരുടെ വയറിൽ കുടുങ്ങിക്കിടക്കുന്നു. പിന്നീട് നിരവധി തവണ ആശുപത്രിയിൽ പോയിട്ടും അങ്ങനെ ഒരു കത്രിക അവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ പോലും ആശുപത്രി അധികൃതർക്ക് കഴിയുന്നില്ല. മൂത്രത്തിൽ പഴുപ്പാണ് എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുന്നു. അങ്ങനെയുള്ള അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ബുധനാഴ്ച എക്സ്റേ എടുത്തപ്പോൾ ഒരു വര പോലെ കണ്ടു. വീണ്ടും എക്സ്റേ എടുത്തപ്പോഴാണ് ഒരു കത്രിക കണ്ടത്. അതിനുശേഷമാണ് തങ്ങൾക്ക് പറ്റിയ വീഴ്ച ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നത്. അവർ അതിൽ ചില ഒത്തുതീർപ്പുകൾക്ക് ശ്രമിക്കുന്നു. തിങ്കളാഴ്ച വന്നാൽ ആ കത്രിക മാറ്റിത്തരാം എന്ന് പറയുന്നു. ഈ 5 വർഷം അവർക്ക് കിട്ടാതെ പോയ നീതി, തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഡോക്ടർമാർ വളരെ വേഗത്തിൽ ചെയ്തു കൊടുക്കാമെന്ന് പറയുകയാണ്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകൾ നടത്തി. ഇപ്പോൾ അല്പം മുമ്പ് ഉഷ നമ്മളോട് സംസാരിച്ചത് തന്നെ അവർ അനുഭവിച്ച വേദന എത്രമാത്രം വലുതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നതാണ്. അവർക്ക് സാധാരണ തൊഴിലുറപ്പ് തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരിയായ ഒരു യുവതിയാണ്. അവർക്ക് ആ തൊഴിലിന് പോലും പോകാൻ കഴിയാത്ത, മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. നേരത്തെ ഹർഷീന അനുഭവിച്ച വേദനകളും ഒക്കെ കേരളത്തോട് പലതവണ പറഞ്ഞതാണ്. എന്നിട്ടും അവർക്ക് നീതിക്ക് വേണ്ടി പലതവണ തെരുവിൽ കിടക്കേണ്ടി വന്നു. ഇപ്പോൾ മറ്റൊരു ഹർഷീന, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ തീവ്രമായി വേദന അനുഭവിച്ച മറ്റൊരു സ്ത്രീ കൂടി സമാന അനുഭവം പറഞ്ഞിപ്പോൾ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഏകദേശം 2021 ഗർഭപാത്രത്തിൽ മുഴ ഉണ്ട് എന്ന് പറഞ്ഞവർ ആശുപത്രിയിലേക്ക് പോകുന്നത്. ഒരുപാട് പണം ചെലവഴിച്ചു, ഒരുപാട് മരുന്നുകൾ അവർക്ക് കഴിക്കേണ്ടി വന്നു. അതുകൊണ്ടുകൂടിയാണ് കുറ്റകരമായ ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് പാവപ്പെട്ട കുടുംബം വാങ്ങി കഴിക്കുന്നത്. പക്ഷെ അവർക്ക് അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കണ്ടെത്താനും കഴിയുന്നില്ല. ഒരു ദിവസം മുമ്പ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടവർ അവരുടെ സൗകര്യത്തിന് നീട്ടിവെക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ തരത്തിലും മികച്ച രീതിയിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ വളരുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ച നമുക്ക് മറച്ചുവെക്കാൻ കഴിയില്ല. അത് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നായാലും അവരതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് ഈ 5 വർഷം ഈ വേദന തിന്നത്. അവർക്ക് അതിനുള്ള നീതി കിട്ടിയേ തീരൂ. 5 വർഷം ഒരു കത്രികയുമായി ഒരു മനുഷ്യ ജീവൻ ഇത്രനാൾ തള്ളി നീക്കി എന്ന് പറയുന്നതിന് നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ് അവർ സഹിച്ച വേദന എന്ന് പറയുന്നത്. ഇതിനുശേഷം ചില ഒത്തുതീർപ്പുകൾക്ക് അവർ തയ്യാറായി എന്ന് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട്. പറഞ്ഞതായി ഇപ്പോൾ അവർ സ്ഥിരീകരിക്കുകയുമുണ്ട്. ഇപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ഇനി വീണ്ടും ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഭയമാണ് എന്നാണ്. ഇപ്പോൾ ഈ സംവിധാനത്തോട് ഒരാൾക്കുള്ള വിശ്വാസ്യതയാണ് ഇപ്പോൾ ഇത്തരം ചില ആളുകളുടെ പ്രവൃത്തി കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ വേദനയിൽ നിന്ന് മോചനം ഉണ്ടാക്കുക എന്നതിന് തന്നെ ആയിരിക്കണം പ്രഥമ പരിഗണന. അതിപ്പോൾ ഓപ്പറേഷൻ അടുത്ത ദിവസം തന്നെ നടക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ എക്സ്റേയിൽ ഏതൊരാൾക്കും വളരെ വ്യക്തമായ ആ കത്രിക കാണുകയും ചെയ്യാം. അത് ചെറിയ കത്രികയല്ല, സർജിക്കൽ, ഈ ശസ്ത്രക്രിയ സമയത്ത് ഉപയോഗിക്കുന്ന അത്യാവശ്യം വലിയ കത്രികയാണ്. ആ കത്രികയുമായിട്ടാണ് 5 വർഷം അവർക്ക് അറിയാം, ഒന്ന് കുനിയാൻ പോലും കഴിയാത്ത രീതിയിൽ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ദിവസങ്ങളൊക്കെ അവർ തള്ളി നീക്കിയത്. അവർ കൃത്യമായി ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അത്ര വലിയ വേദനയാണ് ഈ 5 വർഷം അവർക്ക് സഹിക്കേണ്ടി വന്നത്. ഒരുപാട് തവണ ആശുപത്രിയിൽ കയറിയിറങ്ങിയിട്ടും ഇങ്ങനെയൊരു കത്രിക ഈ വയറിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യം കണ്ടെത്താൻ പോലും നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, എത്ര വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ച ആ നേട്ടങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് പോലെ തന്നെ എന്ന് പറയേണ്ടി വരും. അത് ഇത് ചെറിയ വീഴ്ചയല്ല. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് തന്നെ പോകേണ്ടി വരും. ആരോഗ്യവകുപ്പ് മന്ത്രിയടക്കം ഇതിൽ പ്രതികരിക്കേണ്ടതാണ്. നമ്മൾ അവരെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ കൊടിയ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് പറയാതിരിക്കുക വയ്യ.
5 വർഷം ഒരാൾക്ക് വയറിൽ കത്രികയുമായി ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പോൾ ആരോടും പറയേണ്ട, ഓപ്പറേഷൻ നടത്താം എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് കൈ കഴുകാൻ, രക്ഷപ്പെടാൻ ചില ഡോക്ടർമാർ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ കണ്ടെത്തി അവർക്കൊരു പരിഹാരം നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമാകുമായിരുന്നില്ല. പക്ഷെ 5 വർഷം അവർക്ക് ഈ കത്രികയുമായി ജീവിതം മുന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവമാണ്. താണ്ടിയത് എന്നതിൽ സംശയമൊന്നുമില്ല.